സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയത് ഹണി റോസ് എന്ന നടി കേസ് കൊടുത്തു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹണി റോസിൻ്റെ പരാതി സ്വീകരിച്ചു. അവരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായി റിമാർക്സ് ഇട്ടത്, സ്ത്രീത്വത്തെ അപമാനിച്ചത്, അവരെ പറ്റി വളരെ അസഭ്യപരമായ കമൻ്റ് ഇട്ടവരെ അവർക്കെതിരായിട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. 30 പേർക്കെതിരായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലൊരാളെ, കുമ്പളത്തുള്ള ഒരാളെ, 60 വയസ്സുകാരനെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് അയാളെ ജാമ്യത്തിൽ വിട്ടു. പക്ഷേ അടുത്ത ദിവസം ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലെ പരക്കെ ഇതുപോലെയുള്ള കമൻറ്റുകൾ ധാരാളം അസഭ്യ വാക്കുകൾ ചേർത്ത് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ യഥാർത്ഥ മൊബൈൽ നമ്പരൊന്നും വയ്ക്കില്ല, ഫേക്ക് അഡ്രസ്സിലാണ് അത് മുഴുവൻ ഇടുന്നത്. വളരെ മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുക, സ്ത്രീകളെ അവമാനിക്കുക, അതുതന്നെയല്ല അപകീർത്തികരമായ പല പോസ്റ്റ് ഇടുക, അവരുടെ ചില ഫോട്ടോകൾ ഇടുക. കഴിഞ്ഞ 2 വർഷമായിട്ട് ഹണി റോസ് ഇത് സഹിച്ചു നടന്നു. ഒരു നിവൃത്തിയില്ലാതെ വന്നു. അവരിപ്പം ധൈര്യസമേതം മുന്നോട്ട് വന്നു, കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. അമ്മ പോലെയുള്ള സംഘടനകൾ അവരെ പിന്തുണച്ചിരിക്കുന്നു. അതുതന്നെയല്ല, ഇത് നമ്മുടെ സമൂഹത്തിലെ യൂട്യൂബും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം യൂട്യൂബ് ഉപയോഗിക്കുന്നവരും അത് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ അവരുടെ താഴെ വളരെയധികം കമൻറ്റുകൾ ഓരോരുത്തരിടുന്നത് നമുക്ക് കാണാം. വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുകയും ആ മനുഷ്യൻ്റെ അവൻ്റെ മനസ്സിൽ കിടക്കുന്ന അഗ്ലി ആയ ആ വാക്കുകൾ അതെല്ലാം പുറത്തേക്ക് ഛർദ്ദിച്ചിടുന്നതാണ് കാണുന്നത്. വളരെയധികം മോശമായ പദപ്രയോഗങ്ങൾ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ കാണിക്കുന്നു. ചില പീഡനത്തിൻ്റെ, ചില കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും പീഡിപ്പിക്കുന്ന രംഗങ്ങൾ വരെ ചിലർ ഈ സോഷ്യൽ മീഡിയയിൽ അവർ ഇടുന്നത് കാണാം. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആളില്ല എന്നാണ് ഇതുവരെ ധരിച്ചിരുന്നത്. പക്ഷെ തൻ്റെ ഇടത്തോടുകൂടി ആരെങ്കിലും രംഗത്ത് വന്ന് പോലീസിൽ കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും ശക്തമായ നടപടി ഉണ്ടാവും. അവർ 3 വർഷവും 7 വർഷവും 10 വർഷവും അകത്തോട്ട് പോകുക തന്നെ ചെയ്യും. കാരണം ഇതിന് നമുക്ക് സാക്ഷികളെ ആവശ്യമില്ല. ഇലക്ട്രോണിക്സ് എവിഡൻസാണ്, അത് കൃത്യമായ ഒരു പ്രൈമറി എവിഡൻസാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിക്സാക്ഷി കാണുന്ന വിവരങ്ങൾ അതിനേക്കാട്ടിലും വാല്യൂയോടുകൂടി കൃത്യതയോടുകൂടി സോഷ്യൽ മീഡിയയിലെ ഇലക്ട്രോണിക്സ് ഫോമിൽ കോടതിയിൽ നമുക്ക് ഹാജരാക്കാൻ പറ്റും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ബാഡ് കമൻറ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. പോലീസ് കേസെടുത്താൽ കോടതി നിങ്ങളെ ശിക്ഷിച്ചിരിക്കും. അതിന് സാക്ഷി വേണ്ട. ഇലക്ട്രോണിക് മീഡിയയിൽ നിങ്ങൾ പങ്കുവച്ച ആ പദങ്ങൾ, ആ വാചകങ്ങൾ അല്ലെങ്കിൽ ആ ആക്ഷൻ അതേപടി കോടതി കണ്ടാൽ മതി. അതിനകത്ത് ശിക്ഷ ഉറപ്പാണ്. കാരണം ഇപ്പം എറണാകുളത്ത് ഹണി റോസ് കൊടുത്ത പരാതിയുടെ പുറത്ത് അവരെടുത്തിരിക്കുന്ന BNS 75 എന്നുള്ള വകുപ്പിട്ട്, പണ്ടത്തെ IPCക്കകത്താണെങ്കിൽ 354, 355 വകുപ്പുകളാണ്. അത് കുറ്റകരമാണ്. അത് സ്റ്റോക്കിങ്ങിൻ്റെ പരിധിയിൽ വരും, അല്ലെങ്കിൽ അവരെ അവമാനിച്ചതിൻ്റെ പരിധി വരും, അവരെ സ്ത്രീത്വത്തെ അവമാനിച്ചതിൻ്റെ വരും. ഇങ്ങനെ ധാരാളം ഭാഗങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് പുതിയ BNS പുതിയ നിയമത്തിൽ 75ൻ്റെ പരിധിയിലാണ് വരുന്നത്. 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അതിനകത്ത് IT ആക്ട് 67 കൂടെ ഇട്ടിട്ടുണ്ട്. IT ആക്ട് 60 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടെ അസഭ്യമായ പദങ്ങൾ ഉപയോഗിക്കുക, അവഹേളിക്കുക, സ്ത്രീത്വത്തെ അവഹേളിക്കുക, ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടവർക്ക് എതിരായി ഉപയോഗിക്കുന്നതാണ് 67 IT ആക്ട് വകുപ്പ്. അത് 7 വർഷം വരെ തടവ് ഉറപ്പ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴെല്ലാവരും മുങ്ങി, അവർ സോഷ്യൽ മീഡിയ ബാഡ് കമൻറ്റ് ഇട്ടവരെല്ലാവരും അത് ഡിലീറ്റ് ചെയ്ത് സ്ഥലം വിട്ടു. പക്ഷേ എറണാകുളത്തുള്ള കുമ്പളത്തുള്ള ഒരാളെ 60 വയസ്സുകാരനാണ്. അയാൾ ജീവിതത്തിൻ്റെ നല്ല ഭാഗം കഴിഞ്ഞ ആളായിട്ടും ഇപ്പോൾ ആ മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗവും മ്ലേച്ഛമായ ചിന്തകളും ഇതുപോലെ മ്ലേച്ഛമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിയെ തന്നെയാണ്. അയാൾ പാഠം പഠിച്ചിട്ടില്ല. അയാളിപ്പോൾ ജാമ്യത്തിലാണ്. തീർച്ചയായിട്ടും അയാളെ ഒക്കെ കൺവിക്റ്റ് ചെയ്ത് വിടണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇതുവരെ മര്യാദ പഠിക്കാത്ത ചില വ്യക്തികളാണ്. ആരും ചോദിക്കില്ല, തങ്ങളൊരു ഫേക്ക് അഡ്രസ്സിലാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒരു ധാരണയുണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്ത ഓഡിയോമാരെ എല്ലാം തിരിച്ച് പിടിക്കും എന്നുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഡിലീറ്റ് ചെയ്താലും അത് റിട്രീവ് ചെയ്ത് എടുക്കാനുള്ള
സാങ്കേതികവിദ്യ പോലീസിനുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. ബാഡ് കമൻറ്റ് ആരെയായാലും സ്ത്രീകളുടെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവർ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അവരുടെ ടോക്കിൻ്റെ അടിയിൽ ഇടുന്നത് മാത്രമല്ല, പുരുഷന്മാരായാലും ശരി, ആരും ഇട്ടാലും ശരി, അവരുടെ ഇത് രീതിയിലുള്ള കമൻറ്റുകൾ അവരുടെ പ്രസംഗത്തിൻ്റെ അല്ല അവരുടെ ടോക്കിൻ്റെ അടിയിൽ ഇട്ടാൽ തീർച്ചയായിട്ടും പണി ഉറപ്പാണ്, അത് ശിക്ഷയും ഉറപ്പാണ്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഞായറാഴ്ച 5/1/2025 ആണ് ഹണി റോസ് പരാതി കൊടുത്തത്. അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം അവർ നേരിട്ട് ചെന്ന് മൊഴി കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അവരും ഒരു സ്വർണ്ണക്കടക്കാരനുമായിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് അയാളുടെ മോശമായ പെരുമാറ്റം, അതിനുശേഷം അയാൾ ഇവരെ ഉദ്ഘാടനത്തിന് പോയ വേറെ പല സ്ഥലങ്ങളിൽ ഇയാൾ ക്ഷണിക്കാതെ തന്നെ വന്നു കയറി മോശമായ കമൻ്റ് ഇട്ടു എന്നും പറയുന്നുണ്ട്. അതിനകത്ത് ഒരു സ്ഥലത്ത് കുന്തി ദേവിയുടെ ഇവരെ പറ്റി ഉപമിച്ചു. അവരുടെ ചില ശരീരഭാഗങ്ങളെല്ലാം ക്യാമറയിലും മൊബൈൽ ഫോണിലും എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അത് പ്രദർശിപ്പിക്കുക. അങ്ങനെയുള്ള നടത്തുന്ന ചില വ്യക്തികളെല്ലാവരും കൂടി നടത്തിയ ഒരു ഫംഗ്ഷനിൽ ഇവർ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവിടെ ഇവരെ കുന്തി ദേവിയോട് ഉപമാനിക്കുകയും ചെയ്തു. ഹണി നമുക്ക് തൽക്കാലം കൊടുക്കുന്നില്ല എന്നുവരെയൊക്കെയുള്ള കമൻറ്റുകൾ വിട്ടിട്ടുണ്ട്. ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് കൂടുതലും ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ രീതിയിലുള്ള പെരുമാറ്റക്കാർക്ക് കൃത്യമായ പണി വരുന്നുണ്ട്. അതിനാണ് ഈ ഒരു അറസ്റ്റ് നടന്നത്. ഇനി 29 പേര് മറ്റ് സ്റ്റേറ്റിൽ അല്ല മറ്റ് ജില്ലകളിലുള്ളവരായിരിക്കാം, മലയാളികളാണ്. അവരിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട്. അവരെല്ലാം ജീവനും കൊണ്ട് ഓടിയെങ്കിലും അവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അറസ്റ്റ് ഉണ്ടാകും ആ 30 പേർക്കെതിരായിട്ട്. ഇനി കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് വീണ്ടും ബാഡ് കമൻ്റ് ഇട്ട് അതിന് കംപ്ലയിൻറ്റ് കൊടുത്ത ശേഷം അതിൻ്റെ അടിയിൽ അടുത്ത ബാഡ് കമൻറ്റ് ഇട്ടു. ട്രാക്ക് ചെയ്യില്ല എന്നാണ് ഇവർ ഈ മണ്ടന്മാരുടെയൊക്കെ ധാരണ. ട്രാക്ക് ചെയ്യും. അതിനുള്ള സാങ്കേതികവിദ്യ പോലീസിൻ്റെ കയ്യിലുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അതിശക്തമായിട്ട് അവിടുത്തെ ഇൻസ്പെക്ടർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല കാര്യം. ഈ അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ പിന്തുണയ്ക്ക് വരുന്ന കൂടാതെ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ഈവൻ പല പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഇതുപോലെയുള്ള ചെയ്തികൾക്കെതിരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹണി റോസിന് പിന്തുണ വർദ്ധിച്ചിട്ടുമുണ്ട്. അതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറിക്കോളൂ. ശക്തമായ നടപടി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അപമാനിക്കപ്പെടും. മാന്യന്മാരായ പലരും ഇതേപോലെ മ്ലേച്ഛമായ പദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതും കാണാം. അതുകൊണ്ടാണ് അത് സൂക്ഷിക്കുക. അത് ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് എടുത്തോളുക. അല്ലെന്നുണ്ടെങ്കിൽ പണി പാളും എന്നാണ് എനിക്ക് തോന്നുന്നത്.